السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين، أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تسألوا عن أشياء إن تبد لكم تسؤكم، وإن تسألوا عنها حين ينزل القرآن تبد لكم عفى الله عنها، والله غفور حليم. صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين والشاكرين، والحمد لله رب العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടായ്മ അവൻ സ്വീകരിക്കുന്ന, അവൻ പൊരുത്തപ്പെട്ട ഒരു അമലാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹുവെ, രണ്ടു ലോകത്തും നീ ഞങ്ങളെ വിജയികളിൽ ഉൾക്കൊള്ളിക്കണേ അല്ലാ. ഇഖ്ലാസ് ഞങ്ങളുടെ കൈമുതലാക്കി തരണമേ അല്ലാ. നാഫിയായ ഇൽമ് നീ ഞങ്ങൾക്ക് ഏവർക്കും ഏറ്റി തരണമേ അല്ലാ. പരിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെടുന്നതിന്റെ പ്രാഥമിക ഘട്ടം എന്ന നിലക്ക് ആ ഒരു സൽപ്രവർത്തിക്ക് തടസ്സം നിൽക്കുന്ന പൈശാചികമായ ശക്തിയെ തടഞ്ഞു നിർത്തണം എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെ പറഞ്ഞു. അതിന്റെ ആവശ്യകത എന്താണ് എന്നും നാം അവിടെ വിശദീകരിച്ചു. സുഹൃത്തുക്കൾ ചെയ്യുന്നത് വളരെ അലർജിയായി കാണുന്ന ഇബ്ലീസ് പല രൂപങ്ങളിലും പല ഭാവങ്ങളിലും പല ചിന്തകളിലൂടെ പല മേഖലകളിലും നമ്മെ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കും. മഹാന്മാരായ സ്വഹാബികൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ഇബ്ലീസ് വഴിയിൽ ഇരുന്നുകൊണ്ട് സ്വഹാബികളോട് ചോദിക്കുമായിരുന്നു, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ഭാര്യ മക്കളെയൊക്കെ ഒഴിവാക്കി മുഹമ്മദിന്റെ പ്രസ്ഥാനത്തിൽ നിങ്ങൾ ചേരുന്നത്? അങ്ങനെ അത് അവഗണിക്കാതെ സ്വഹാബികൾ ഇസ്ലാം നൽകി അവസാനം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോഴും ഹിജ്റയുടെ വഴി ഇതെടുത്ത് ഒഴിവാക്കിയ ഭയങ്കര ഹിജ്റയുടെ വഴിയിലും ഇബ്ലീസ് ഇരുന്നുകൊണ്ട് അവരോട് പറയുമായിരുന്നു, ഞാൻ പറഞ്ഞത് കേൾക്കാതെ നിങ്ങൾ മുഹമ്മദിന്റെ കൂടെ കൂടും. ഏതായാലും അതിരിക്കട്ടെ, ഇനി നിങ്ങൾ സ്വന്തം നാടും വീടും വിട്ട് മുഹമ്മദിന്റെ കൂടെ മറ്റൊരു രാജ്യത്തേക്ക് പലായനം ചെയ്യുകയാണോ എന്ന് ചോദിച്ച് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അതും കേൾക്കാതെ സ്വഹാബികൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഹിജ്റ പോയപ്പോൾ മദീനയിൽ വെച്ച് ബദർ യുദ്ധ രണാങ്കണത്തിൽ പങ്കെടുക്കാൻ സ്വഹാബികൾ ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധത്തിൽ പങ്കെടുക്കാൻ സ്വഹാബികൾ ചെന്നപ്പോഴും ഇബ്ലീസ് അവിടെയും ഇരുന്നുകൊണ്ട്, ഏതായാലും നിങ്ങൾ ഇസ്ലാമിലേക്ക് പോയി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന് ഇനി നിങ്ങൾ നിങ്ങളുടെ ജീവൻ ബലിയർപ്പിക്കാനാണ് തയ്യാറാകുന്നത് എന്ന് പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കാൻ ഇബ്ലീസ് ശ്രമിച്ചിരുന്നു എന്നാണ്. അപ്പൊ മഹാന്മാരായ സ്വഹാബികളെ പോലും സൽത്താന്താവിൽ നിന്ന് തെറ്റിക്കാൻ
ഇബ്ലീസ് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇബ്ലീസിനെ പ്രതിരോധിക്കാൻ നമ്മെ കൊണ്ട് സാധ്യമല്ല. അതിനേറ്റവും അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം എന്നാണ് സൂറത്തുൽ നഹൽ 16-ാം അധ്യായം 98-ാമത്തെ വചനത്തിൽ ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞത്. അപ്പൊ തടസ്സം നീക്കുക എന്നത് ഏതൊരു സുഹൃത്തിന്റെയും മുന്നോടിയായി നാം ചെയ്യേണ്ട കാര്യമാണ്. ഖുർആൻ ഓടുന്ന വ്യക്തി, ഒരു മഹാൻ പള്ളിയിൽ വെച്ച് അല്ലാഹുവിന് വേണ്ടി ഖുർആൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിരന്തരം ഖുർആൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ ഖുർആൻ ഓത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഇബ്ലീസ് ഒരു ശ്രമം നടത്തി. ആ മനുഷ്യൻ ഖുർആൻ ഓടുന്ന സ്ഥലത്തേക്ക് ഒരു ഭക്തന്റെ വേഷത്തിൽ ചെന്നുകൊണ്ട് ഇബ്ലീസ് അദ്ദേഹത്തോട് പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു. പക്ഷെ ആ മനുഷ്യൻ ഈ വന്നയാളെ ശ്രദ്ധിക്കുകയോ സലാം അടക്കുകയോ ചെയ്തില്ല. വീണ്ടും അദ്ദേഹം വലതുഭാഗത്തിലൂടെ വന്നുകൊണ്ട് സലാം പറഞ്ഞു, എന്നിട്ടും അയാൾ സലാം അടക്കുന്നില്ല. മൂന്നാമത് ഇടതുഭാഗത്തിലൂടെ വന്നുകൊണ്ട് സലാം പറഞ്ഞപ്പോൾ അവിടെയും ഈ മനുഷ്യൻ സലാം പറയാതെ അദ്ദേഹത്തിന്റെ ഒത്തുമായി ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ ഈ വന്ന മനുഷ്യൻ അഥവാ സാക്ഷാൽ ഇബ്ലീസ് മനസ്സിൽ കരുതുന്നു, ഇദ്ദേഹത്തെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. എന്നിട്ട് ഇബ്ലീസ് അവിടെ നിന്ന് ഒരു തീരുമാനമെടുത്ത് പിന്മാറുകയാണ്. നേരെ ഈ ഇബ്ലീസ് ഒരു ഭക്തന്റെ വേഷത്തിൽ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന സാധുവായ മനുഷ്യന്റെ ഉസ്താദിനെ സമീപിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനെ സമീപിച്ചുകൊണ്ട് ആ ശിഷ്യനോട് പറഞ്ഞു, നീ എന്തൊരു മനുഷ്യനാ, ഉസ്താദിനെ കണ്ടിട്ട് കാലം കുറെ ആയില്ലേ, നീ ഒന്ന് പോയി ഉസ്താദിനെ കാണണം, നല്ലതാണ്. ഉസ്താദിനൊന്ന് മുസാഫാത്ത് ചെയ്യണം, ഉസ്താദുമായി സംസാരിക്കണം. ഉസ്താദ് പോയി പള്ളിയിൽ ഖുർആൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നീ പെട്ടെന്ന് പോയി ഉസ്താദിനെ കാണണം എന്ന് പറഞ്ഞ് ആ ഖുർആൻ ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ശിഷ്യനെ ഇബ്ലീസ് ഒരു ഭക്തന്റെ വേഷത്തിൽ വന്നുകൊണ്ട് ഈ പള്ളിയിൽ ഓടുന്ന മനുഷ്യന്റെ സമീപത്തേക്ക് പറഞ്ഞേക്കുകയാണ്. ഇബ്ലീസാകുന്ന ഭക്തനിൽ വഞ്ചിതനായ ഈ മനുഷ്യൻ ശരി ഏതായാലും ഉസ്താദിനെ കണ്ടു പറയാമെന്ന് പള്ളിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഉസ്താദ് ഖുർആൻ ഓടുന്നു. ഖുർആൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഉസ്താദിന്റെ സമീപത്തേക്ക് ശിഷ്യൻ കടന്നു ചെല്ലുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് ഉസ്താദ് ശിഷ്യനെ ശ്രദ്ധിക്കുകയും തന്റെ ഖുർആനേറ്റ് നിർത്തിവെക്കുന്നു. ശിഷ്യൻ സലാം പറയുന്നു, ഉസ്താദ് സലാം അടക്കുന്നു, അവർ സംസാരിച്ചിരിക്കുന്നു. ഈ രംഗം കണ്ടുകൊണ്ട് ദൂരെ നിന്നുകൊണ്ട് തന്റെ അനുയായികളോടൊപ്പം ഇബ്ലീസ് പറയുകയാണ്, ആ സമയമെങ്കിലും അദ്ദേഹത്തെ ഖുർആനേറ്റ് നടക്കാൻ എനിക്ക് സാധിച്ചല്ലോ എന്ന് പറഞ്ഞ് ഇബ്ലീസ് സന്തോഷിപ്പിക്കുകയാണ്. അത് ഒരു നിമിഷം ഖുർആനിൽ നിന്ന് ഒരു മനുഷ്യന്റെ, ഒരു മുഅ്മിനിന്റെ ശ്രദ്ധ തെറ്റിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇബ്ലീസ് ചെയ്യുമെന്ന് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ എല്ലാ സ്ഥലത്തും അവന്റെ ശല്യം ഉണ്ടാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് ഖുർആൻ ഓതുന്ന വ്യക്തിയെ നടക്കും, അതുപോലെ ജമാഅത്തിന് പങ്കെടുക്കുന്നവരെ നടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ രാത്രി കിടന്നിറങ്ങി രാവിലെ തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കാൻ വിചാരിച്ച് അവൻ കടന്നിറങ്ങുന്നു. അതുപോലെ തന്നെ സുബഹി നിസ്കാരത്തിന് ഉണരാനുള്ള ഉദ്ദേശത്തോടെ ഒരു മുഅ്മിനായ മനുഷ്യൻ കടന്നിറങ്ങുമ്പോൾ പക്ഷേ അതിന് രാത്രിയിൽ തഹജ്ജുദിനോ സുബഹി നിസ്കാരത്തിനോ എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. അവനങ്ങനെ ഇറങ്ങിപ്പോകുകയാൽ സൂര്യൻ ഉദിച്ചിട്ടും എഴുന്നേൽക്കാതെ അവനിങ്ങനെ ഇറങ്ങുമ്പോൾ അവനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അവന്റെ രണ്ട് ചെവിയിലും ഇബ്ലീസ് മൂത്രമൊഴിച്ചു എന്നാണ്. രാത്രി ഉറക്കം അവഗണിച്ച് അല്ലാഹുവിന് വേണ്ടി 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുവാനും സുബഹി നിസ്കാരം ആ യഥാസമയത്ത് നിസ്കരിക്കുവാനും തയ്യാറായി ഈ എഴുന്നേൽക്കുന്നവരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയും, ഒരു മനുഷ്യൻ കിടന്നിറങ്ങുമ്പോൾ അവന്റെ ശരീരത്തിൽ ഇബ്ലീസ് 3 കെട്ട് കെട്ടുന്നതാണ്. ആ 3 കെട്ട് കെട്ടിയതിനു ശേഷം ഇബ്ലീസ് രക്ഷപ്പെടും. ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കാരത്തിനും അതുപോലെ സുബഹി നിസ്കാരത്തിനും എഴുന്നേൽക്കുമ്പോൾ അവന്റെ 1ാമത്തെ കെട്ട് അഴിഞ്ഞു പോകുന്നതാണ്. വുളൂ ചെയ്യലോടുകൂടെ 2ാമത്തെ കെട്ടും അഴിഞ്ഞു പോകും. നിസ്കരിക്കുന്നതോട് കൂടി 3ാമത്തെ കെട്ടും അഴിഞ്ഞു പോകുമെന്ന് സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ ഇബ്ലീസിന്റെ പ്രതിരോധ വലയത്തെ ഭേദിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നതാണ് ഈ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്.
ദൈവാനുഗമായ പകരാണ് ആവശ്യം. അത് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതുപോലെ നന്മ ചെയ്യുന്നവനെ മുടക്കും, സുഹൃത്തുക്കളെ പരസ്പരം തെറ്റിക്കും, ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം തെറ്റിക്കും, മാതാപിതാക്കളെയും മക്കളെയും ഇങ്ങനെ തുടങ്ങിയ എല്ലാ ബന്ധങ്ങളെയും ശിഥിലമാക്കാൻ ഇബ്ലീസ് ഓരോ ദിവസവും തന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തുമ്പോൾ ഒരു ദിവസം ചെയ്ത ഏറ്റവും നല്ല പ്രവർത്തനം അത് ഭാര്യ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ രണ്ട് ബന്ധങ്ങളെ അകറ്റി നിർത്തിയ എന്ന ആ പ്രവർത്തനമാണ് ഒരു ദിവസം ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവർത്തനമായി ഇബ്ലീസ് വിലയിരുത്തുന്നത് എന്ന് മഹാന്മാര് നമ്മെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ നമുക്കറിയാം, നമ്മുടെ ബെഡ്റൂമിൽ ആരുമില്ലാത്ത നാം നമ്മുടെ ഭാര്യയുമായി കിടന്നിറങ്ങുന്ന സമയത്ത് സംയോഗവേളയിൽ പോലും ആ സ്ഥലത്തേക്ക് ഇബ്ലീസിന് അല്ലാഹു തആല പെർമിഷൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത്, അല്ലാഹുമ്മ ജന്നിബ്നാ ശൈത്താൻ വജന്നിബ് ശൈത്താന ഫീമാ റസഖതനാ എന്ന പ്രാർത്ഥന നിങ്ങൾ നടത്തണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ജന്നിബ്നാ ശൈത്താന വജന്നിബ് ശൈത്താന ഫീമാ റസഖതനാ, പടച്ചറബ്ബേ ഞങ്ങളിൽ നിന്ന് പിശാചിനെ നീ അകറ്റി നിർത്തണമേ, ഞങ്ങളിലൂടെ ജനിക്കാൻ പോകുന്ന സന്താനങ്ങളെയും പൈശാചികമായ പ്രവർത്തനങ്ങളിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ എന്ന് പൈശാചികമായ പ്രവണതകളെ കുറിച്ച് ഒരു കാവൽ മുന്നറിയിപ്പ് നൽകാതെ ഈ പ്രവർത്തനത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. അതിനു മുമ്പായി ഈ ദിക്ർ, ഈ പ്രാർത്ഥന നടത്തണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതായി കാണാം. അതുപോലെ മലമൂത്ര വിസർജന സ്ഥലങ്ങളിലും പ്രസവ സമയത്ത് മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നവജാത ശിശുവിന്റെ വലതു ചെവിയിൽ ബാങ്കും ഇടതു ചെവിയിൽ ഇഖാമത്തും കൊടുക്കണം. അതോടൊപ്പം അല്ലാഹുമ്മ ഇന്നി ഉഈദുഹാ വമിൻ ദുർരിയ്യതിഹാ മിനശ് ശൈത്വാനിർ റജീം എന്ന സൂറത്തു ആലി ഇംറാനിലെ മഹദിയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയെ പ്രസവിക്കപ്പെട്ടപ്പോൾ അവരുടെ മാതാവ് ഹന്നത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ മറിയം ബീവിക്ക് വേണ്ടി ദുആ ചെയ്ത ഒരു ആയത്ത് ഖുർആനിലുണ്ട്. ആ ആയത്തും അതുപോലെ തന്നെ വലതു ചെവിയിൽ ബാങ്കും ഇടതു ചെവിയിൽ ഇഖാമത്തും കൊടുക്കാൻ നവജാത ശിശുവിനെ സംബന്ധിച്ചുള്ള പരിപാലന മേഖലകളിൽ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. അപ്പൊ അതിന്റെ അർത്ഥം ഇബ്ലീസിനെ ആട്ടിപ്പറഞ്ഞേക്കുക എന്നതാണ്. ബാങ്ക് കൊടുക്കുന്നതിലൂടെ അതാണ് ബാങ്ക് എടുക്കുമ്പോൾ, ബാങ്ക് കേൾക്കുമ്പോൾ ഇബ്ലീസ് ഓടിപ്പോകും. ബാങ്ക് തുറന്നാൽ ഇബ്ലീസ് വീണ്ടും കടന്നു വരും. ഇഖാമത്ത് കേൾക്കുമ്പോൾ വീണ്ടും അവൻ ഓടിപ്പോകും. നിസ്കാരം തുടങ്ങിയാൽ വീണ്ടും വരും. എന്നിട്ട് സഫുകൾക്കിടയിലൂടെ തലങ്ങും വിലങ്ങും ഇബ്ലീസ് ഓടും. ആ ഓടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അണിയിപ്പിച്ച മടമ്പ് ചേർത്ത് തോളോട് തോട് ചേർന്ന് അണിയിക്കണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതായി കാണാം. അപ്പൊ പ്രസവ സമയം ആ ജനിക്കുന്ന കുഞ്ഞിനെ തോണ്ടാൻ, സ്പർശനം ഏൽപ്പിക്കാൻ വേണ്ടി ഇബ്ലീസ് ലാബറോടും അതുപോലെ പ്രസവ സ്ഥലത്തും കാത്തിരിക്കും. അതുകൊണ്ട് അവരെ അകറ്റി നിർത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ കൽപ്പിക്കുകയാണ്. അതുപോലെ മലമൂത്ര വിസർജന സ്ഥലത്ത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുതി വൽ ഖബാഇസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു ദിക്റാണ്. മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുതി വൽ ഖബാഇസ്, അല്ലാഹുവേ ആൺ പെൺ പിശാചുക്കളിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് ദുആ ചെയ്തുകൊണ്ട് വേണം ഇടതുകാലം എന്തിച്ചുകൊണ്ട് മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ. അപ്പൊ ആൺ പെൺ പിശാചുക്കളിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് വർഗങ്ങളിലും പെട്ട പൈശാചികമായ പ്രവർത്തനങ്ങൾ, തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മലമൂത്ര വിസർജന സ്ഥലങ്ങളിൽ ഉണ്ടാകുമെന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇപ്പോ ഒരു സംശയം വരുന്നത്, സാധാരണ ഖുർആൻ ഓതുന്ന സ്ഥലത്ത് ഇബ്ലീസ് ഉണ്ടാകില്ല, ദിക്റുകളും സലാത്തുകളും ചൊല്ലുന്ന സ്ഥലങ്ങളിൽ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സദസ്സുകളിലൊന്നും ഇബ്ലീസ് ഉണ്ടാകില്ല. അതൊരു വീട്ടിൽ സാധാരണ ഖുർആനോത്ത് നടക്കുന്നു, നിസ്കാരം നടക്കുന്നു, ദിക്റുകളും അതുപോലെ പരിപാടികളും ഒക്കെ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഡൈനിങ് ഹാളിലും നമ്മുടെ ബെഡ്റൂമിലും അറ്റാച്ച് ചെയ്ത ബാത്റൂം ആകുമ്പോൾ ആ ബാത്റൂമിൽ ഇബ്ലീസ് ഉണ്ടാകില്ലല്ലോ, പിന്നെ അവിടെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഒരാൾ സംശയം ചോദിച്ചത് ഞാൻ ഓർക്കുകയാണ്. എന്നാൽ ഇവിടെ പൈശാചികമായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പിശാച് ഏത് രൂപത്തിലാണ് ബാത്റൂമിൽ ഇരിക്കുക എന്ന് പറയാൻ സാധ്യമല്ല. ഏതായാലും മലമൂത്ര വിസർജന സ്ഥലങ്ങളിൽ അണുക്കൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല.
അണുക്കൾ ഉണ്ടാകും. അതുകൊണ്ടല്ലേ കാലിൽ ചെരുപ്പ് ധരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഒരു മനുഷ്യൻ കൈകൊണ്ട് സ്പർശിക്കുന്ന മേഖല ഏതാണോ അവിടെയാണ്, അഥവാ അവന്റെ ഉള്ളങ്കൈ സ്പർശിക്കുന്ന ഭാഗം അവിടെയാണ് ഏറ്റവും കൂടുതൽ അണുപ്രസരണം ഉണ്ടാവുക. അപ്പൊ ബാത്റൂമിൽ ടോയ്ലറ്റ് എന്ന് പറയുന്നത് അണുക്കളുടെ പ്രസരണ കേന്ദ്രമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് അണുക്കളാകുമ്പോൾ അണുക്കളിലും എന്തുണ്ട്? ആൺ പെണ്ണ് സ്വഭാവത്തിലുള്ള തോണ സ്വഭാവത്തിലുള്ള 2 വർഗം അണുക്കളിലും ഉണ്ട്. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, പിന്നെ എല്ലാ ജീവജാലങ്ങളിലും അള്ളാഹു ഒഴികെയുള്ള അള്ളാഹു വിച്ചറാണ്, അതല്ലാത്തതെല്ലാം ഇരട്ടയാണ്. അള്ളാഹു ഒറ്റയാണ്, ഒറ്റയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അല്ലാത്ത വേറെ ഏതെല്ലാ ജീവജാലങ്ങൾ, ചേതന അചേതന വസ്തുക്കളെ നാം എടുത്തു പരിശോധിച്ച് നോക്കിയാലും അവിടെയെല്ലാം ദ്വിമാന സ്വഭാവത്തിലുള്ള, പോസിറ്റീവ് നെഗറ്റീവ് സ്വഭാവത്തിലുള്ള 2 വർഗങ്ങളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സൂറത്ത് യാസീനിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. എല്ലാ വർഗങ്ങളിലും, എല്ലാ ജീവജാലകങ്ങളിലും ഇണയും തുണയും ഉണ്ട്. അങ്ങനെയാണ് അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന പരിശുദ്ധ ഖുർആൻ 36-ാം അധ്യായം സൂറത്ത് യാസീനിൽ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അണുക്കളിലും 2 സ്വഭാവത്തിലുള്ള അണുപ്രസരണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസി എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പൈശാചികമായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അണുബാധയും രോഗബാധയും ഒക്കെ. അപ്പൊ ആൺ പെൺ വർഗത്തിൽപ്പെട്ട രോഗാണുക്കളിൽ നിന്ന് ഞങ്ങളുടെ ശരീരത്തിനും ഞങ്ങളുടെ മനസ്സിനും പ്രയാസങ്ങളും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന 2 വർഗത്തിൽപ്പെട്ട രോഗാണുക്കളിൽ നിന്നും ഞാൻ നിങ്ങളോട് കാവലിനെ ചോദിക്കുന്നു. ഇന്നും വേണമെങ്കിൽ ഈ ഹദീസിനെ ഇത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നമ്മള് എന്ന ദിക്ർ നമ്മൾ പലരും അത് ശ്രദ്ധിക്കാറില്ല. നമ്മൾ പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ പള്ളിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ബാത്റൂമുകളിൽ മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഉള്ള മര്യാദകൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും. അതിൽ പ്രവേശിക്കുമ്പോൾ ചെല്ലേണ്ട ദിക്റുകൾ, തിരിച്ചു വരുമ്പോൾ ചെല്ലേണ്ടത് ഒക്കെ ലഭിച്ചിട്ടുണ്ടാകും. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഓരോ മുസ്ലിം വീടുകളിലും ഇത് വേണമെന്നാണ്. നമ്മുടെ ഭാര്യമാര്, നമ്മുടെ വീട്ടിലുള്ള ഉമ്മ പെങ്ങന്മാര് ഇവയൊക്കെ നമ്മുടെ വീടുകളിൽ ബാത്റൂമിൽ പോകുമ്പോൾ ഈ ദിക്റുകൾ തീരെ ശ്രദ്ധിക്കാറില്ല. ഉണ്ടോ? ആരും അത് ചൊല്ലാറില്ല. അപ്പൊ അത് നമ്മുടെ പോകുന്ന ഒരു സ്ഥലത്ത് നമുക്കത് പഠിച്ചു വെച്ചാൽ അവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാകും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ദിക്ർ പറഞ്ഞു പോകാൻ പാടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വരുന്നത് മൂത്രിക്കാനോ കാശിക്കാനോ മുട്ടുമ്പോൾ, കക്കൂസിലേക്ക് ടോയ്ലറ്റിലേക്ക് നാം ചെന്ന് നോക്കുമ്പോൾ അവിടെ അതേ ഉണ്ട് ബാത്റൂമിൽ. അപ്പം പറയും, പരിശോധന കഴിഞ്ഞാൽ എപ്പോഴാ വരിക, അത് കുടുങ്ങിപ്പോയല്ലോ. അപ്പൊ നമുക്ക് ഈ കർമ്മം നിർവഹിക്കാൻ പറ്റാതെ കിട്ടാൻ വരുമ്പോൾ, അഥവാ അത് പുറത്തേക്ക് പോകാനുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നാം അല്ലാഹുവിനെ ഓർക്കുന്നത്. അതല്ലാതെ അതിനു മുമ്പോ അതേ പ്രകാരം നമുക്ക് ആയാസകരമായി നമ്മുടെ മുട്ട് തീർത്തിയെന്ന അല്ലാഹുവിനെയോ നമുക്ക് ഓർമ്മയുണ്ടാകാറില്ല. ഏത് സമയവും സദാ അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയുണ്ടാകണം. ആ ഓർമ്മിക്കുന്ന ആ ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാകണം. അല്ലാഹുവിന്റെ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ നിസ്കാരത്തിലേക്ക് നിൽക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹമസാത്തി ശയാതീൻ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. നിസ്കാരത്തിൽ തശ്വീസ് ഇല്ലാതിരിക്കുവാൻ, നിസ്കാരത്തിൽ മറ്റുള്ള ചിന്തകൾ വരാതിരിക്കാൻ, നിസ്കാരത്തിലേക്ക് നിന്ന് കൈകെട്ടുന്നതിന് മുമ്പ്, നിയ്യത്ത് ചെയ്യുന്നതിന് മുമ്പ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹമസാത്തി ശയാതീൻ എന്ന പ്രാർത്ഥന ഏറ്റവും നല്ലതാണ്. കാരണം പൈശാചികമായ പ്രവർത്തനങ്ങളിൽ നിന്ന്, ദുർബോധനങ്ങളിൽ നിന്ന് അല്ലാഹുവെ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്നതാണ് ആ ദിക്റിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് നിസ്കാരവേളയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ചൊല്ലാറുണ്ടായിരുന്നു. അപ്പൊ നബിതങ്ങൾ ചെല്ലേണ്ട ആവശ്യമുണ്ട. നബിയെ പ്രവർത്തിക്കാൻ ഇബ്ലീസിന് സാധിക്കില്ല. കാരണം അല്ലാഹുവിനെ കണ്ടാൽ ഇബ്ലീസ് വഴിമാറിപ്പോകുമെന്നല്ലേ. പക്ഷെ അല്ലാഹുവിന്റെ നിർദ്ദേശം പ്രവാചകന്മാരാണെങ്കിലും വലിയ ഔലിയാക്കളാണെങ്കിലും മഹാന്മാരാണെങ്കിലും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാണെങ്കിൽ പോലും എല്ലാവരും ഈ പൈശാചികമായ പ്രവണതകളിൽ നിന്ന് മാറി നിൽക്കുകയും ആ ഒരു ദുർബോധനങ്ങളിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയും വേണം എന്നതാണ്. ഇബ്ലീസ്
ശൈത്താൻ ഈ രൂപങ്ങളിലെല്ലാം പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് മേഖലകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. 11 സ്ഥലങ്ങളിൽ ഇബ്ലീസ് എന്നവരെ കുറിച്ചും അവരുടെ ചെയ്തികളെ കുറിച്ചുമൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇബ്ലീസ് എന്ന് പറയുന്ന ഈ പേര് വരുന്നതിന് മുമ്പ് ഈ ശക്തിയുടെ പേര് ആബിദ്, റാക്കിഅ്, സാജിദ്, ഖാശിഅ്, ഖാനിത്ത്, മുജ്തഹിദ്, ഷാഹിദ് എന്ന നല്ല നല്ല പേരുകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചപ്പോൾ അഹങ്കാരം വെടിച്ച് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സുജൂദിന് തടസ്സം നിന്നപ്പോഴാണ് അള്ളാഹു പുതിയൊരു പേര് നൽകിയത്. ആക്കപ്പെട്ടവൻ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് ദൂരീകരിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിലുള്ള ഇബ്ലീസ്, ആശക്ക് വകയില്ലാത്തവൻ, റജീം, ശപിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിലുള്ള വാക്കുപയോഗിച്ച് അള്ളാഹു അവനെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് പൈശാചികമായ പ്രവർത്തനങ്ങളിൽ നിന്ന് കാവലിനെ ചോദിക്കുന്ന അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ഈ വചനം, എന്ന ഈ വാക്ക്, ഈ പ്രാർത്ഥന നിസ്കാരത്തിൽ സുന്നത്താണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നിസ്കാരത്തിലാകുമ്പോൾ പതുക്കുകയും അതല്ലാത്ത സമയങ്ങളിൽ ഉറക്കുകയും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നാം ചൊല്ലണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നതിന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ ഭാഗങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അൽ ഖുർആൻ, ആ മഹത്തായ ഗ്രന്ഥം, ആ ഖുർആനിനെ അൽ ഖുർആൻ, അതുമായി ബന്ധപ്പെട്ട വിഷയം 57 സ്ഥലങ്ങളിൽ ഖുർആൻ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. 57 സ്ഥലങ്ങളിൽ ഖുർആനിനെ കുറിച്ച്, അതിന്റെ പ്രത്യേകതകളെ കുറിച്ച് അല്ലാഹു വിശദീകരിക്കണം. അതിൽ ഏറ്റവും പ്രധാനമായ ഒന്ന് സൂറത്തുൽ ബഖറ, അൽ ബഖറ സൂറത്തിലെ 185-ാമത്തെ വചനം. ശഹ്റു റമളാനിൽ ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ശഹ്റു റമളാനിൽ ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. മനുഷ്യർക്കാകമാനം മാർഗദർശകമായും സുവ്യക്തമായ സന്മാർഗ പ്രമാണങ്ങളായും സത്യാസത്യങ്ങളെ വേർതിരിച്ച് കാണിക്കുന്ന ഉരക്കല്ലായും ഖുർആൻ അവതരിച്ച മാസമാകുന്നു പരിശുദ്ധ റമളാൻ. റമളാനിനെ കുറിച്ച് നമുക്കറിയാം. റമളാൻ എന്ന് പറയുന്ന പുണ്യമായ സയ്യിദ് ഷുഹൂറായ ആ മാസത്തിന്റെ പ്രത്യേകത തന്നെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് ഖുർആൻ അവതരിച്ച മാസം എന്ന നിലക്കാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമായതുകൊണ്ടാണ് റമളാനിന് ഇത്രമാത്രം മഹത്വം അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. അതേപോലെ ആ റമളാനില് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഒരു രാവിൽ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്ർ ഖൈറുൻ മിൻ അൽഫി ശഹർ. അപ്പോ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ആ മാസം ശഹ്റു റമളാനാണ്, ദിവസം ലൈലത്തുൽ ഖദ്റാണ്. ആ ലൈലത്തുൽ ഖദ്ർ 1000 മാസങ്ങളേക്കാൾ ഖൈറായ ദിവസമാണ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആ ഖുർആനിന്റെ, അഥവാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായ ഖുർആനിന്റെ പ്രത്യേകതയാണ്. അതുപോലെ ഒന്നാമത്തെ സ്ഥലം 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 185-ാം വചനം. പിന്നെ ഖുർആനിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് 4-ാം അധ്യായം 82-ാം വചനം, അഥവാ സൂറത്തുൽ നിസാ. അഫലാ യതദബ്ബറൂന الഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. അവിടെ അല്ലാഹു പറയുന്നു, എന്താണ് ഈ ജനം ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അല്ലാഹു അല്ലാത്ത മറ്റാരുമില്ലെങ്കിലും നല്ലതായിരുന്നുവെങ്കിൽ അവർ അതിൽ നിരവധി വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു. ഈ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത് ഖുർആനിൽ വൈരുദ്ധ്യമില്ല, ഖുർആനിൽ തെറ്റുകളില്ല, ഖുർആനിൽ എവിടെയെങ്കിലും അനാവശ്യങ്ങളില്ല. ആവശ്യമില്ലാത്ത ഒരു പുള്ളി പോലും, ഒരു ഹർക്കത്ത് പോലും അല്ലാഹു ഖുർആനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാം ആവശ്യങ്ങളാണ്, എല്ലാം അത്യാവശ്യങ്ങളാണ്. ഖുർആനിൽ നിന്ന് ഒഴിവാക്കേണ്ടതായി ഒന്നും ഇല്ല. എന്താണ് ഈ ജനം ആ ഖുർആനിൽ ചിന്തിക്കാത്തത്? അഥവാ ഇവർ വാദിക്കുന്നത് പോലെ മാനുഷിക വചനമായിരുന്നുവെങ്കിൽ
അല്ലാഹു അല്ലാത്ത മറ്റൊരു കേന്ദ്രത്തിൽ നിന്നോ ഒരു ശക്തിയിൽ നിന്നോ ആയിരുന്നു ആ ഖുർആൻ വന്നതെങ്കിൽ അതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാണാനായിരുന്നു. കാരണം മനുഷ്യനിർമ്മിതമായ ഏത് മേഖലകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതിൽ വൈകല്യങ്ങൾ കാണാൻ സാധിക്കും, ന്യൂനതകൾ ഉണ്ടാകും. എന്നാൽ ന്യൂനതയില്ലാത്ത, വക്രതയില്ലാത്ത, വളച്ചുകെട്ടില്ലാത്ത, വെള്ളിക്ക് പുള്ളിക്ക് തകരാറ് സംഭവിക്കാത്ത ഒരേ ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് ആ ഖുർആനിന്റെ മഹത്വത്തെ കുറിച്ച് 4-ാം അധ്യായം സൂറത്തുൽ നിസാ 82-ാമത്തെ വചനത്തിൽ അല്ലാഹു പ്രഖ്യാപിക്കുന്നു. ഇനി ഖുർആനെ കുറിച്ച് പരാമർശിച്ച മറ്റൊരു സ്ഥലം 5-ാം അധ്യായം സൂറത്തുൽ മാഇദ 101-ാമത്തെ വചനം. അവിടെ അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തസ്അലൂ അൻ നശിയാ إن تبد لكم تسوءكم وإن تسألوا عنها حين ينزل القرآن تبد لكم عفى الله عنها والله غفور حليم. അല്ലയോ സത്യവിശ്വാസികളെ, വെളിപ്പെടുത്തപ്പെട്ടാൽ നിങ്ങൾക്ക് അസഹ്യമായി തീരുന്ന കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാതിരിക്കുകയും ഖുർആൻ അവതരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ നിങ്ങൾ അതേപറ്റി ചോദിച്ചാൽ അത് വെളിപ്പെടുത്തപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ ഇതുവരെ ചെയ്തത് അല്ലാഹു പുറത്തിറങ്ങിയിരിക്കുന്നു. അല്ലാഹു മാപ്പുറയുന്നവനും കഴിവിറ്റവനുമാണല്ലോ. പരിശുദ്ധ ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തസ്അലൂ അൻ നശിയാഅ തുബ്ദ ലക്കും, സത്യവിശ്വാസികളെ, വെളിപ്പെടുത്തപ്പെട്ടാൽ നിങ്ങൾക്ക് അസഹ്യമായി തീരുന്ന കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാതിരിക്കുകയും ഖുർആനിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, ഖുർആനിൽ തെറ്റിദ്ധാരണ പരത്തുന്ന വിഭാഗത്തോടുള്ള പരാമർശം അതിനെ കുറിച്ചെല്ലാം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊന്ന് 6-ാം അധ്യായം സൂറത്തുൽ അൻആം 19-ാമത്തെ വചനത്തിൽ ഖുർആനിനെ കുറിച്ച് അല്ലാഹു പറയുന്നു, ഖുൽ അയ്യു ശൈഇൻ അക്ബറു ശഹാദതൻ قل الله شهيد بيني وبينكم وأوحي إلي هذا القرآن لأنذركم به من بلغ أئنكم لتشهدون أن مع الله آلهة أخرى قل لا أشهد قل إنما هو إله واحد وإنني بريء مما تشركون. അവരോട് ചോദിക്കുക, ആരുടെ സാക്ഷ്യമാണ് ഏറ്റവും മഹത്തായിട്ടുള്ളത്? പറയുക, എനിക്കും നിങ്ങൾക്കുമിടയിൽ അല്ലാഹു സാക്ഷിയാകുന്നു. നിങ്ങൾക്കും ഇത് ലഭിക്കുന്നവർക്കൊക്കെയും ഞാൻ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി ദിവ്യ സന്ദേശം വഴി ഈ ഖുർആൻ എന്നിലേക്ക് അയക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതുപോലെ 5-ാമതായി സൂറത്തുൽ അഅറാഫ് 7-ാം അധ്യായം 204-ാമത്തെ വചനത്തിൽ ഖുർആനെ കുറിച്ച് അല്ലാഹു പറയുന്നു, വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതൂ ലഅല്ലകും തുർഹമൂൻ. എന്റെ നാഥൻ നബിയെ തങ്ങൾ പറയുക, എന്റെ നാഥൻ ഇദാ ഖുരിഅ അലൈഹിമുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ അവരുടെ മേലെ ഓതിക്കേൽപ്പിച്ചാൽ എനിക്ക് അയച്ചു തരുന്ന ദിവ്യബോധനം പിൻപറ്റുക മാത്രമാണ് ഞാൻ. ഇത് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഉൾവെളിച്ചത്തിന്റെ കിരണങ്ങളാണ്. അത് സ്വീകരിക്കുന്ന ജനത്തിനുള്ള സന്മാർഗവും അനുഗ്രഹമാകുന്ന നിങ്ങൾക്ക് മുമ്പിൽ ഖുർആൻ പാരായണം ചെയ്യപ്പെടുമ്പോൾ നിശബ്ദരായി അത് ശ്രദ്ധിച്ചു കേൾക്കുകയും നിങ്ങൾക്കും അത് അനുഗ്രഹമായെങ്കിലോ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ അനുഗ്രഹം ചെയ്യപ്പെട്ടവരായെങ്കിലോ. അപ്പൊ ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത് ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം. അഥവാ അതിലൂടെ ഖുർആൻ കേൾക്കുന്നതിലൂടെ, ഖുർആൻ പഠിക്കുന്നതിലൂടെ, ഖുർആനുമായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിലൂടെ അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കുമെന്ന സൂറത്തുൽ അഅറാഫ് 7-ാം അധ്യായത്തിൽ അല്ലാഹു പറയുന്നു. അതുപോലെ മറ്റൊരു പരാമർശം നബിയെ അവരോട് പറയണം, എന്റെ വഴിയായി അതിൽ എന്തെങ്കിലും മാറ്റത്തിരുത്തുകയും വരുത്താനാവില്ല. ഞാൻ എനിക്ക് ലഭിക്കുന്ന വഹി അഥവാ ദിവ്യബോധനങ്ങളെ പിൻപറ്റുക മാത്രം ചെയ്യുന്നു. എന്റെ നാഥനോട് ധിക്കാരം ചെയ്യുകയാണെങ്കിൽ അതിഭയാനകമായ ഒരു നാളിലെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു. കാരണം ഖുർആൻ നിഷേധികൾ നബിയോട് പറഞ്ഞൊരു വാക്കാണ്, ഇത് അല്ലാഹുവിന്റെ വചനമല്ല, ഈ ഖുർആൻ ഞങ്ങൾക്ക് വേണ്ട, ഇതിന് പകരമായി വേറൊരു ഖുർആൻ നീ കൊണ്ടുവരൂ, അല്ലെങ്കിൽ ഈ ഖുർആനിൽ
ചില മാറ്റങ്ങൾ നീ ഉണ്ടാക്കൂ എന്ന അബദ്ധമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയപ്പോൾ അതിന്റെ മറുപടി എന്ന നിലക്കാണ് അല്ലാഹുവിന്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, ആ ദൃഷ്ടാന്തങ്ങൾ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കുവാനോ അത് എവിടെയെങ്കിലും ഒരു ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാനോ അല്ലാഹു എനിക്ക് അധികാരം തന്നിട്ടില്ല. എന്താണോ അല്ലാഹു എനിക്ക് വഹി നൽകിയിട്ടുള്ളത് അത് മാത്രം പിൻപറ്റുവാണ് എന്റെ ദൗത്യം. സൂറത്ത് യൂനുസ് അതേ അധ്യായം അഥവാ 10-ാം അധ്യായം യൂനുസിൽ 37 പറയുന്നു, وما كان هذا القرآن أن يفترى من دون الله ولكن تصديق الذي بين يديه وتفصيل الكتاب لا ريب فيه من رب العالمين. ഈ ഖുർആൻ ഇത് അല്ലാഹുവിങ്കിൽ നിന്നുള്ള വെളിപാടും അധ്യാപനവും കൂടാതെ നിർമ്മതാനായ ഒന്നല്ല. ഈ ഖുർആൻ അല്ലാഹുവിനെ കൂടാതെയുള്ള വേറെ ഏതെങ്കിലും ഒരു വേദനകളോ മറ്റോ അല്ല. ഈ ഖുർആൻ അല്ലാഹുവിങ്കിൽ നിന്നുള്ള വെളിപാടാണ്, അല്ലാഹുവിങ്കിൽ നിന്നുള്ള അധ്യാപനമാണ്. വസ്തുത ഇത് നേരത്തെ ആഗ്രഹമായി കഴിഞ്ഞിട്ടുള്ളതിനെ സത്യപ്പെടുന്നതും വേദത്തിന്റെ വിശദീകരണവുമാകുന്നു. പരഞ്ചനിയന്താവിങ്കിൽ നിന്നുള്ളതാണെന്നതിന് സംശയമില്ല. അഥവാ ഇത് മുമ്പിലുള്ള അഥവാ മുമ്പ് കഴിഞ്ഞുപോയ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ പോലെയുള്ള വേറെ ഗ്രന്ഥങ്ങളെ വാസ്തവമാക്കുന്ന രൂപത്തിലുള്ള അതിന്റെ വിശദീകരണം എന്ന നിലക്ക് ഇറക്കിയിട്ടുള്ള ദൈവികമായ വചനങ്ങളാൽ ഇതിൽ യാതൊരു സംശയമില്ല. ലോകരക്ഷിതാവായ അല്ലാഹുവിൽ നിന്നാണെന്നുള്ളതില്ല. അതുപോലെ അതേ വചനം, അതേ ആയത്ത് സൂറത്ത് യൂനുസ് 10-ാം അധ്യായം 61 വീണ്ടും അല്ലാഹു പരാമർശിക്കുന്നു, وما تكون في شأن وما تتلو منه من القرآن ولا تعلموا من عمل إلا كنا عليكم شهودا إذ تفيضون فيه وما يعزب عن ربك من مثقال ذرة في الأرض ولا في السماء ولا أصغر من ذلك ولا أكبر إلا في كتاب مبين. നബിയെ, താങ്കൾ ഏതവസ്ഥയിലായിരുന്നാലും ഖുർആനിൽ നിന്ന് എന്ത് ഓടിക്കേൽപ്പിക്കുകയാണെങ്കിലും ജനങ്ങളെ നിങ്ങൾ എന്ത് പ്രവർത്തിക്കുകയാണെങ്കിലും അവിടെയൊക്കെയും നാം ദൃക്സാക്ഷിയായി നിലകൊള്ളുന്നുണ്ട്. അല്ലാഹുവിന്റെ ദൃഷ്ടിയിൽ പെടാതെയോ സുവ്യക്തമായ പട്ടികയിൽ രേഖപ്പെടുത്താതെയോ ആകാശത്തോ ഭൂമിയിലോ ഒരു അണുല്യമായ വസ്തുവുമില്ല, അതിലും ചെറുതോ വലുതോ ആയ വസ്തുവുമില്ല. കേൾക്കുകയും ആരെങ്കിലും അല്ലാഹുവിന്റെ മിത്രങ്ങളാണോ, ആരെങ്കിലും അല്ലാഹു വിശ്വസിക്കുകയും ഭക്തിയുടെ മാർഗം കൈകൊള്ളുകയും ചെയ്തുവോ അവർ ഭയപ്പെടാനോ ദുഃഖിക്കാനോ നിശേഷം സംഗതിയേ ഇല്ല. ഇഹത്തിലും പരത്തിലും എന്ത് ജീവിതത്തിലും അവർക്ക് സുവിശേഷം തന്നെ എന്നും ഖുർആൻ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരെ കുറിച്ച് സൂറത്ത് യൂനുസിൽ പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ 12-ാം അധ്യായം സൂറത്ത് യൂസുഫ് 3-ാം വചനം, نحن نقص عليك أحسن القصص بما أوحينا إليك هذا القرآن وإن كنت من قبل لمن الغافلين. പ്രവാചകരെ, നാം താങ്കൾക്ക് ഈ ഖുർആൻ ദിവ്യബോധനം നൽകിക്കൊണ്ട് സംഭവങ്ങളും യാഥാർത്ഥ്യങ്ങളും അതിമനോഹരമായി വിവരിച്ചു തരുന്നതാകുന്നു. ഇതിനു മുമ്പ് താങ്കൾ തികച്ചും അജ്ഞനായിരുന്നുവല്ലോ. ഇതിനു മുമ്പ് ഒരു വിവരവും ഒരു അറിവുമില്ലാത്ത വളരെ വ്യക്തമായ ഒരുപാട് സംഭവങ്ങളും ചരിത്രങ്ങളും നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, നാം താങ്കൾക്ക് വിവരിച്ചു തരുന്നു ഏറ്റവും നല്ല ചരിത്ര വിവരണം. അഹ്സനൽ ഖസസ്, ഈ സൂറത്തിൽ വിശദീകരിക്കുന്ന ചരിത്രം മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചാൽ. അങ്ങനെ മഹത്തായ ചരിത്രങ്ങളും സംഭവങ്ങളും യാഥാർത്ഥ്യങ്ങളും എല്ലാം അടങ്ങി ഈ ഖുർആൻ വളരെ മനോഹരമായി താങ്കൾക്ക് നാം വിവരിച്ചു തരുന്നു. ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ച് യാതൊരു വിവരമില്ലാത്ത പല കാര്യങ്ങളും. അതുപോലെ സൂറത്തുൽ ഹിജ്ർ അതിന്റെ തുടക്കത്തിൽ അലിഫ് ലാം മീം تلك آيات الكتاب وقرآن مبين വിസമ്മതിച്ചവർ, അതിനെക്കുറിച്ച് തിൽക ആയാത്തുൽ കിതാബ്, തീർച്ചയായും വേദപുസ്തകങ്ങളിലെ അഥവാ വേദഗ്രന്ഥങ്ങളിലെ
പരിശുദ്ധ ഖുർആൻ വ്യക്തമായ വചനങ്ങളാണ്. വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും വ്യക്തമായ വചനങ്ങളാണ് ഖുർആൻ എന്നതിൽ സംശയത്തിന് അവകാശമില്ല. ഖുർആൻ നിഷേധികളും ഇസ്ലാം വിരോധികളും പ്രവാചകനെ നിന്ദിച്ചവരും കുഫാറുകളും മുശ്രിക്കുകളും കപടന്മാരുമെല്ലാം അവരുടെ അന്ത്യവേളയിൽ ഞാനൊരു മുസ്ലിമായി വന്നാൽ എത്ര നന്നായിരുന്നു എന്ന് എല്ലാ നിഷേധികളും ആഗ്രഹിച്ചു പോകും. അതേപോലെ സൂറത്തുൽ ഹിജറിന്റെ 87 15-ാം അധ്യായം അൽ ഹിജർ 87-ാം വചനത്തിലും ഖുർആനിന്റെ മഹത്വത്തെ കുറിച്ച് അല്ലാഹു പറയുന്നു. ولقد آتينا 7 من المثاني والقرآن العظيم ولقد آتينا 7 من المثاني والقرآن العظيم തീർച്ചയായും നാം താങ്കൾക്ക് നൽകിയിട്ടുണ്ട് ആവർത്തിച്ചു പാരായണം ചെയ്യപ്പെടുന്ന 7 والقرآن العظيم മഹത്തായ ഖുർആനും ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന 7 സൂക്തങ്ങൾ ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന 7 സൂക്തങ്ങളും പരിശുദ്ധ ഖുർആനും നബിയെ തങ്ങൾക്ക് നാം അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. അഥവാ ഇവിടെ നമുക്ക് സംശയം വരുന്നത് മഹത്തായ ഖുർആൻ അതേപ്രകാരം ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന 7 വചനങ്ങളും ഈ ആയത്തിൽ സൂറത്തുൽ ഫാത്തിഹയുടെ 19ഓളം പേരുകളെ പരാമർശിക്കുന്ന സ്ഥലത്തിൽ മഹാന്മാരായ മുഫസ്സിറുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ സൂറത്തുൽ ഫാത്തിഹക്ക് 7 മസാനി എന്ന ഒരു പേരുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട വിഷയം ഫാത്തിഹ സൂറത്തിലേക്കുള്ള 19-20ഓളം പേരുകൾ പരാമർശിക്കുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽ ഹിജ്ർ 15-ാം അധ്യായം 91-ാം വചനത്തിൽ വീണ്ടും അല്ലാഹു പറയുന്ന മറ്റൊരു വാക്ക് പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് അല്ലദീന ജഅലുൽ ഖുർആന അമീൻ. പരിശുദ്ധ ഖുർആനിനെ വ്യത്യസ്ത ഗണങ്ങളാക്കി തിരിച്ചവർ. അപ്പൊ ഖുർആനിനെ ഫലറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ, തീർച്ചയായും നാം അവരോട് ചോദിക്കുക തന്നെ ചെയ്യും. ഖുർആനിനെ വ്യത്യസ്ത മേഖലകളിൽ അനാവശ്യമായ രൂപത്തിൽ ഖുർആനിനെ വ്യാഖ്യാനിച്ചവർ, ദുർവ്യാഖ്യാനം നടത്തിയവർ, അതിനെക്കുറിച്ച് അല്ലാഹു നാളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്ർ 91-ാമത്തെ വചനത്തിൽ. അതുപോലെ അന്നഹിൽ 98-ൽ, അതുപോലെ ബനി ഇസ്രായേൽ 80, ബനി ഇസ്രായേൽ 41, സൂറത്ത് ബനി ഇസ്രായേൽ 45, ബനി ഇസ്രായേൽ 46, 17-ാം അധ്യായം ബനി ഇസ്രായേൽ 60, 17-ാം അധ്യായം ബനി ഇസ്രായേൽ 78, അതുപോലെ ബനി ഇസ്രായേലിലെ 82, 88, 89, സൂറത്തുൽ കഹ്ഫിലെ 54, സൂറത്ത് ത്വാഹയിലെ 2, ത്വാഹ സൂറത്ത് 114, അൽ ഫുർഖാനിൽ 30, അതുപോലെ അൽ ഫുർഖാൻ 32, സൂറത്തുൽ നംലിലെ 1, 6, 76, 92 വചനങ്ങൾ, സൂറത്തുൽ ഖസസിലെ 85, റൂം വചനത്തിലെ 85, 58, സബറിലെ 31, സൂറത്ത് യാസീൻ 2, യാസീൻ 69, സ്വാദ് 1, സുമർ 27, ഹമീം അസ്സജദ 26, സുഹറഫ് 31, അൽ അഹ്കാഫ് 29, മുഹമ്മദ് സൂറത്ത് 24, ഖാഫ് 1, ഖാഫ് 45, അൽ ഖമർ 17, അൽ ഖമർ 22, അൽ ഖമർ 32, അൽ ഖമർ 40, അർ റഹ്മാൻ 2, അൽ വാഖിഅ 77, അൽ ഹശർ 21, അൽ മുസമ്മിൽ 4, അൽ മുസമ്മിൽ 20, അദ്ദഹർ 23, അൽ ഇൻഷിഖാഖ് 21, അൽ ബുറൂജ് 57. ഇങ്ങനെ 85 സ്ഥലങ്ങളിൽ ഇതുപോലെ ഖുർആനിന്റെ ആ മഹത്വത്തെ കുറിച്ച് അല്ലാഹു പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ ഖുർആനിൽ നിന്ന് തന്നെ എടുത്തു നാം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ മാസങ്ങളോളം വർഷങ്ങളോളം ഖുർആനിന്റെ മഹത്വത്തെ കുറിച്ച് സംസാരിച്ചാൽ ഒരിക്കലും അത് പര്യവസാനിപ്പിക്കാൻ നമ്മെ കൊണ്ട് സാധ്യമല്ല. അത്രയ്ക്ക് മാസ്മരികമായ അത്ഭുതകരമായ ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആനിന്റെ വക്താക്കളും അതിന്റെ അനുയായികളും പഠിതാക്കളുമായി അള്ളാഹു നമ്മളെ മാറ്റിയത് നമുക്ക് ലഭിച്ച ഏറ്റവും മഹത്തായ ഭാഗ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നല്ലതുപോലെ കേട്ട് മനസ്സിലാക്കി ചിന്തിച്ച് പ്രാവർത്തികമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പരിശുദ്ധ ഖുർആനിലെ
ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം സൂറത്തുൽ ഫാത്തിഹയിലേക്കാണ് ഞാൻ പ്രവേശിക്കുന്നത്. അത് പഠിക്കാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാകണം. നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുമായി ബന്ധപ്പെടുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഈ സംരംഭത്തെക്കുറിച്ച് വിവരം കൊടുത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ ഡൈലക്സ് മെസ്സഞ്ചറിൽ അഥവാ നിങ്ങളുടെ ഈ കൂടുതൽ സുന്നി മുസ്ലിം ഈ ക്ലാസ്സിനെ കുറിച്ച് ഒരു നോട്ടീസ് തന്നെ അടിച്ചിറക്കിയിട്ട് എന്റെ എല്ലാ ക്ലാസ്സുകളിലും വിതരണം ചെയ്ത് അവരുടെ ഗൾഫിലും മറ്റു നാടുകളിലുമുള്ള ബന്ധുക്കൾക്ക് എത്തിക്കാൻ വേണ്ടി നോട്ടീസിലൂടെ അടിച്ച് പ്രസിദ്ധീകരിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ പണിപ്പുരയിലാണ് ഞാൻ. അതിന്റെ വ്യക്തമായ മേത്തരൊക്കെ ഉൾപ്പെടുത്തി ഡൈലക്സ് മെസ്സഞ്ചറൊക്കെ ഡൗൺലോഡ് ചെയ്ത് അത് കേൾക്കേണ്ട രൂപങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അതിന്റെ പ്രചരണ രംഗത്തേക്ക് നല്ലൊരു കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് നല്ലൊരു കാര്യമായി ചെയ്യാൻ. കാരണം എന്റെ ക്ലാസ് വരാൻ പറ്റാതെ ഒരുപാട് ആളുകൾ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ നാട്ടിലുള്ള ക്ലാസ്സുകളിൽ അവര് ക്ലാസ്സിൽ വരും. എന്നിട്ട് അവര് നാട്ടിൽ നിന്ന് 2-3 മാസം നാട്ടിൽ നിന്നിട്ട് ഗൾഫിന് പോകുന്നത് വരെ ക്ലാസ്സിൽ കണ്ടിട്ട് പോകുമ്പോൾ അവരോട് പറയും, ഉസ്താദേ ഇനി എന്താ ചെയ്യാ, ഞങ്ങൾക്ക് നാട്ടിൽ നിൽക്കാൻ പോരിയാണ്, ഇനി ക്ലാസ് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ എന്നോട് വിഷമം പറഞ്ഞ ഒരുപാട് പ്രവർത്തകർ ഗൾഫിലുണ്ട്. അവർക്കൊക്കെ ഞാൻ ഇതിന്റെ ഐഡിയൊക്കെ പറഞ്ഞു കൊടുത്ത് അതിന്റെ ഈ റൂമിൽ ഒരു ഐഡിയ ഉണ്ടാക്കാനും അംഗങ്ങളാകാനും ഞാൻ അവരോട് നിർദ്ദേശിക്കുന്നുണ്ട്. എല്ലാത്തിനും റബ്ബ് തആലയുടെ പൂർണ്ണ പിന്തുണ അല്ലാഹുവിന്റെ തൗഫീഖ് നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹ എന്ന ആ മഹത്തായ സൂറത്തിനെ വളരെ വിശദമായ നിലയിൽ നമുക്ക് മഹാന്മാര് പറഞ്ഞു തന്ന രൂപത്തിൽ നല്ലൊരു ചർച്ച നാളെ മുതൽ ഇൻഷാ അല്ലാഹ് ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി സൂറത്തുൽ ഫാത്തിഹയുടെ 10-20 നാമങ്ങൾ എന്തുകൊണ്ടാണ് ഓരോ പേരുകളും ഫാത്തിഹയ്ക്ക് വന്നത് നോക്കൂ. സൂറത്തുൽ ഫാത്തിഹ ഒന്നാമത്തെ പേര് സലാത്ത് എന്ന പേരുണ്ട് സൂറത്തുൽ ഫാത്തിഹയ്ക്ക്. അൽഹംദു എന്ന പേരുണ്ട്. ഫാത്തിഹത്തുൽ കിതാബ് എന്ന പേരുണ്ട്. അതുപോലെ ഉമ്മുൽ കിതാബ്, ഉമ്മുൽ ഖുർആൻ, സബഉൽ മസാനി, ഖുർആനുൽ നബീൽ, അശ്ശിഫാ, അർറഖി, അൽ അസാസ്, അൽ വാഫിയ, അൽ കാഫിയ, തഅലീമുൽ മസ്അല, അൽ മുനാജാത്ത്, അൽ കൻസ്, الدعاء، الشكر، القرآن العظيم، النور، الحمد لله رب العالمين. ഇങ്ങനെ 20 പേരുകൾ മഹാന്മാരായ മുഫസ്സിറുകൾ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സലാത്ത് എന്നുള്ള പേര് വന്നത്, എന്തുകൊണ്ടാണ് ഹംദ് എന്ന പേര് വന്നത്, എന്തുകൊണ്ടാണ് ഉമ്മുൽ കിതാബ് വന്നത്, അവിടെയൊക്കെ നമുക്ക് പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം മനസ്സിലാക്കാം. കാരണം ഫാത്തിഹ സൂറത്ത് വിശദമായി മനസ്സിലാക്കിയാൽ ഖുർആനിന്റെ 6666 ആയത്തുകളെ കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണകൾ നമുക്ക് ലഭിക്കും. അതല്ലേ ഞാൻ പറഞ്ഞത്, അസാസുൽ ഖുർആൻ ഫാത്തിഹത്തുൽ കിതാബ്, ഖുർആനിന്റെ അടിത്തറ സൂറത്തുൽ ഫാത്തിഹയാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഫാത്തിഹ ഒരു സംക്ഷിപ്തമായ ഒരു ഖുർആനിന്റെ ചുരുക്കമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ പേരുകളും അതിന് ആധാരങ്ങളും അതിന്റെ തെളിവുകളും ഒക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുകയും ആ ഫാത്തിഹയിലുള്ള വിജ്ഞാന ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനും അതുപോലെ അതിനുള്ള തവസ്സുൽ ക്ലാസ്, ഇസ്തിഗാസ, അതുപോലെ മഹാന്മാരോടുള്ള സഹായാർത്ഥന എന്തുകൊണ്ടാണ് അവിടെ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരും. നേരായ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് വഹാബികളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരുടെ മുമ്പിൽ അവർ എഴുതിക്കൽപ്പിക്കുന്ന ആയത്താണ് ഇയ്യാക നസ്തഈൻ. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു, ഇനി മാത്രം വേണോ, അല്ല നിന്നോട് സഹായം ചോദിക്കുന്നു എന്നതാണ്. എന്താണ് അതിന്റെ യഥാർത്ഥ അർത്ഥം? ഈ മാത്രം എന്ന അർത്ഥം വെച്ചാൽ കുഴപ്പമുണ്ടോ? ആരോടൊക്കെ സഹായം ചോദിക്കാം എന്നത് വളരെ വിശദമായി ഇൻഷാ അല്ലാഹ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വീക്ഷണ പ്രകാരം നാളെ മുതൽ നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബേ, പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി നീ ഞങ്ങൾക്ക് മാറ്റിത്തരണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആനിൽ 85 സ്ഥലങ്ങളിലാണ് നീ ആ ഖുർആനിന്റെ മഹത്വം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. റബ്ബേ, അതൊക്കെ മനസ്സിലാക്കാനും ചിന്തിക്കാനും ഹഖ് പോലെ ഖുർആൻ പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനുമുള്ള തൗഫീഖ് നിങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നിങ്ങളുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, രോഗങ്ങൾ എല്ലാം മാറ്റി പൂർണ്ണമായ ആഫിയത്തും ആരോഗ്യവും നിങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാഹ്. കുറുകെ സുന്നി മുസ്ലിം എന്ന ഈ സൈറ്റിൽ ദീനീപരമായ വിജ്ഞാനങ്ങൾ വിതരണം ചെയ്യുന്ന ഇതിന്റെ പ്രവർത്തകർ, അണിയറ ശില്പികൾ, ഇതിന്റെ
ഉപഭോക്താക്കൾ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അവർക്ക് നിന്റെ ജന്നാത്തുൽ അഊനിൽ നല്ല ഉരുപ്പിടം നൽകി സ്വീകരിക്കണേ അല്ലാ. മാന്യമായ സൽക്കാരം നൽകി നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ കുടുംബങ്ങൾ ഇതിൽ ഭാഗവാക്കായ ഇതിന്റെ പ്രവർത്തകർ എന്റെ മുമ്പിൽ കാണുന്ന ക്ലാസ്സിൽ 10ഓളം വൈദികളുണ്ട്. അതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെ കുടുംബത്തിനും അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ഇനിയും എല്ലാവരെയും സഹകരിപ്പിക്കുക. എല്ലാവർക്കും നല്ല സഹിക്കുക, സഹകരിക്കുക, സജ്ജരാകുക. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾ എല്ലാവരും സാധുവായി എനിക്ക് ദുആ ചെയ്യണം എന്ന വസിയത്തോടുകൂടെ ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.